ഇത് ഹിന്ദുധർമ്മ രഹസ്യം എന്ന് പറയുന്ന ഡോക്ടർ MR രാജേഷ് ഈ കഴിഞ്ഞ 1-2 ആഴ്ച അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ ഫോട്ടോസ് ചെയ്തു. പ്രഗത്ഭനായൊരു പണ്ഡിതനാണ്. ഞാനിത് വളരെ വസ്തുതാപരമായി മതസമൂഹങ്ങൾക്ക് സംഭവിച്ച തെറ്റെന്താണ് എന്ന് ഗൗരവമായി എന്റെ അറിവിലും പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. ഈ പുസ്തകം നല്ലൊരു പുസ്തകമാണ്, വായിക്കാം. വായിക്കുന്നവർക്ക് ഇതില് ഏകദൈവം ആദ്യമുണ്ടായത് വേദത്തിൽ, ബഹുദൈവാരാധന എന്ത്, കുലദേവത എന്നാൽ എന്ത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇതിന്റെ ഉള്ളടക്കത്തിൽ ഞാൻ 1-2 നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചർച്ച എളുപ്പമാകാൻ. ഇതിന്റെ 41-ാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ വായിക്കാം. ഏകദൈവമാണ് ആദ്യമുണ്ടായത്, അത് വേദത്തിലാണ്. പലരും ഹിന്ദു മതത്തെ ബഹുദേവതകളുടെ പേരിൽ കളിയാക്കാറുണ്ട്. നിങ്ങൾക്ക് 33 കോടി ദേവതകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് പലരും എന്നെയും കളിയാക്കിയിട്ടുണ്ട്. രാജേഷ് പറയാണ്, ശരിയാണ്. ദേവതകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സമൃദ്ധിയാണ്. അത് ന്യായീകരിക്കുകയാണ്, കേട്ടോളൂ. ദേവതകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സമൃദ്ധിയാണ്. നിരവധി ദേവതകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ പ്രപഞ്ചത്തിൽ നിർലീനമായിരിക്കുന്നു എന്നതാണ് സത്യം. ദേവതകൾ എന്നാൽ ഈശ്വരൻ എന്നല്ല അർത്ഥം. ദിവ് എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം പ്രകാശിക്കുക എന്നതാണ്. പ്രകാശിക്കുന്നതൊക്കെയും ദേവതകളാണ്. മിന്നാമിനിങ് പ്രകാശിക്കുന്നതാ ദേവതയാ? സഹോദര, ഇത് അവനവന്റെ വ്യാഖ്യാനമാണ്. അവനവന്റെ വ്യാഖ്യാനമല്ല മതം. ദിവ്യ എന്ന സംസ്കൃത പദത്തിന് പ്രകാശിക്കുന്നതിന് അർത്ഥമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ പ്രകാശിക്കുന്നതൊക്കെ ദൈവമാണ് എന്നത് രാജേഷിന്റെ വ്യാഖ്യാനമാണ്, മതമല്ല. രാജേഷിന്റെ വ്യാഖ്യാനമാണ്. എന്നിട്ട് അദ്ദേഹം ദൈവത്തെ വിശദീകരിക്കുന്നുണ്ട് വൈദ്യുതിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട്. വൈദ്യുതിയുടെ ഉദാഹരണം നോക്കൂ. കരണ്ട് ഈശ്വരനാണെന്ന് സങ്കല്പിക്കുക. ഈ ഈശ്വരൻ പ്രകാശിക്കുന്നത് ഏതെല്ലാം രൂപത്തിലാണ്? ടിവിയിൽ നിങ്ങൾക്കത് ചലച്ചിത്രത്തെ കാട്ടിത്തരുന്നു, ഫാനിലൂടെ നിങ്ങൾക്ക് കാറ്റ് നൽകുന്നു, AC-യിലൂടെ തണുപ്പ് നൽകുന്നു, മിക്സിയിലൂടെ അത് അരക്കല്ലായി തീരുന്നു. എന്നാൽ ഇതെല്ലാം കറണ്ടിന്റെ രൂപമാണോ? ഒരർത്ഥത്തിലാണെന്നും പറയാം, മറ്റൊരർത്ഥത്തിലല്ലെന്നും പറയാം. ഇത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനം വേദത്തെ മുൻനിർത്തി വ്യാഖ്യാനിച്ചതാണോ? നിങ്ങൾ ചോദിച്ചു നോക്കൂ. അതായത് വേദത്തിൽ ഒരു ഉദ്ധരണി ദൈവം പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ കറണ്ട് പോലെയാണ്? ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിഷയത്തിൽ എനിക്ക് ധൈര്യമായി പറയാൻ പറ്റും, വേദത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയില്ല. ഇത് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്.